സാധാരണഗതിയിലെ ഡീലുകളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു ഡീലാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഇന്നുകൊണ്ട് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താവുന്ന ഒരു ഡീൽ മറ്റൊന്നുമല്ല, ഞാൻ വീട്ടിലെ വാട്ടർ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. അതാണ് ടാങ്ക് കേട്ടോ. അപ്പോൾ ആ ഒരു ടാങ്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ടാങ്ക് ക്ലീൻ ചെയ്യാൻ എനിക്കൊന്ന് ലാസ്റ്റ് ഓണത്തിനാണ് ഞാൻ അത് ക്ലീൻ ചെയ്തത്. ക്ലീൻ ചെയ്ത സമയത്ത് നല്ല അഴുക്കായിരുന്നു, മൊത്തം നല്ല അഴുക്കായിരുന്നു. ഞാൻ ഈ ടാങ്കിനുള്ളിലൊക്കെ ഇറങ്ങിയിട്ടാണ് എനിക്ക് ക്ലീൻ ചെയ്യേണ്ടി വന്നത്. നല്ല രീതിയിൽ ഞാൻ പാടുപെട്ടു അത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ അഴുക്കൊക്കെ വന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ആ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാധനം വാങ്ങിച്ചു. മിക്കവാറും ഓൺലൈനിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, മറ്റ് യൂട്യൂബ് ചാനലിലും മറ്റുമൊക്കെ കണ്ട ഒരു ഐറ്റം ഞാൻ വാങ്ങിച്ചു. ആ സാധനം ഞാൻ അവരെ വിളിച്ച് സാധനം എനിക്ക് ഡെലിവറി കിട്ടി. അപ്പോൾ ആ സാധനം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കിട്ടിയപ്പോൾ അവർ പറഞ്ഞു അവരൊരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെയായിട്ട് ആ ഒരു വാട്ടർ ടാങ്കിൻ്റെ വീഡിയോ, അല്ലെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ ഒരു ഡീലിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല, തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഇതാണ് ഐറ്റം. ഈ സാധനമാണ് ഇപ്പോൾ അവരെനിക്ക് കൊറിയർ അയച്ച് തന്നേക്കുന്ന സാധനം. ഇതാണ്. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ പാക്ക്. ഇത് ഇവരുടെ കമ്പനിയുടെ പേര് യൂറോടെക് പോളിമേഴ്സ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് കേട്ടോ. മലപ്പുറത്ത് നിന്നാണ് ഈ ഒരു സാധനം എനിക്ക് വന്നേക്കുന്നത്, കൊറിയർ വന്നേക്കുന്നത്. നല്ലൊരു പാക്കിംഗ് ഒക്കെയാണ്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇതാണ് ഐറ്റം. ഹാൻഡ് വാഷ് വാട്ടർ ടാങ്ക് ക്ലീനർ. അപ്പോൾ ഒരു വർഷത്തെ ഗ്യാരണ്ടിയും മറ്റുമൊക്കെ ഈ സാധനത്തിന് കൊടുത്തിട്ടുണ്ട് ഇവർ. അത് ഫ്രണ്ടിൽ തന്നെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു വർഷത്തെ ഗ്യാരണ്ടി ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് കുറേ സാധനമുണ്ട്, ഏകദേശം 10ഓളം ഐറ്റം ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പൊട്ടിച്ച് നോക്കാം എന്തൊക്കെയാണ് ഐറ്റം എന്നുള്ള കാര്യം. ഓ, അതിനകത്ത് വീണ്ടും പാക്കിങ് കേട്ടോ. ഇതാണ് ഐറ്റം. എനിക്കൊന്ന് മോപ്പ് മാതിരിയുള്ള, എനിക്കൊന്ന് ഏറ്റവും ലാസ്റ്റ് ക്ലീൻ ചെയ്യാനുള്ള സാധനമാണെന്ന് തോന്നും. ഇതൊരു ബ്രഷ്, ഉരച്ച് കഴുകാനുള്ളൊരു ബ്രഷ് അവർ തന്നിട്ടുണ്ട്. ഇതെനിക്കൊന്ന് ഈ സാധനത്തിൻ്റെ മോപ്പ് കണക്ട് ചെയ്യാനുള്ള ഇതാണെന്ന് തോന്നുന്നു കേട്ടോ, റോഡാണെന്ന് തോന്നുന്നു. പിന്നെ ഫൈനലി ഇതാണ് സാധനം. ഈ സാധനം വെച്ച് ഇതിൻ്റെ ട്യൂട്ടോറിയൽസും മറ്റുമൊക്കെ അവർ തന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ നോക്കിയിട്ട് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാം ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം. പിന്നെ ഫൈനലി വേറൊരു ബ്രഷും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ ഗ്യാരണ്ടി കാർഡ്, വാറണ്ടി അല്ല ഗ്യാരണ്ടി കാർഡാട്ടോ. അപ്പോൾ 6ഓളം ഭാഷയിലെങ്ങാണ്ട് എഴുതിയിട്ടുണ്ട്, തമിഴ്, മലയാളം, ഏത് ഭാഷ വേണമെങ്കിലും. മലയാളം ഉണ്ടല്ലോ. 4 ഭാഷകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തമിഴ് കൊടുത്തിട്ടുണ്ട്, കന്നഡയുണ്ട്, മലയാളമുണ്ട്, തെലുങ്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഈ സാധനമുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ചെയ്ത് നോക്കിയാലോ. അതിനു മുമ്പായിട്ട് നമ്മുടെ ടാങ്കിൻ്റെ അവസ്ഥയൊന്ന് കാണണ്ടേ. ഇപ്പോൾ ടാങ്കിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇപ്പോൾ ഈ ടാങ്കിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവും. ടാങ്കിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണല്ലേ. നല്ല അഴുക്കുണ്ട്, ഫുൾ അഴുക്കാണേ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് കഴുകി വൃത്തിയാക്കി കഴുകാൻ. ഇതിനകത്ത് ഇറങ്ങിയൊന്നും ചെയ്യേണ്ട, പാടൊന്നും ഇല്ലെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പം നമുക്ക് സത്യമാണോ എന്നറിയണ്ടേ, ജസ്റ്റ് ഒന്ന് നോക്കാവേ. ആദ്യം നമുക്ക് ഈ ബ്രഷ് ഒന്ന് സെറ്റ് ചെയ്യാം. ബ്രഷ് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഈ സാധനം ഒന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല നീളം കിട്ടുന്നുണ്ട് ഈ സാധനത്തിന്. ഇനി ഇതിലും വലിയ നീളം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഒരു പീസ് കൂടെ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ.
അപ്പോൾ അത്യാവശ്യം നല്ല നീളം നമുക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു നീളമായി. ഇത് വെച്ച് നമുക്ക് തറയൊക്കെ തുറക്കാമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനം ഇതിനകത്തോട്ട് ഇടണം. വളരെ സിമ്പിളാണ്. ഇതിനകത്ത് ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്ലിപ്പ് മാത്രം ജസ്റ്റ് ഇതിനകത്തോട്ട് ഇടുക. നമ്മൾ ഈ ക്ലിപ്പ് ഇടുക. ലോക്ക് വീണ്. അപ്പോൾ ഇത് ഇവിടെ വന്ന് വീണാൽ ലോക്കായി. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ടാങ്ക് ഫുള്ളൊന്ന് ഉരച്ച് കഴുകാം. ഇവർ പറയുന്നത് എപ്പോഴും ഒരു ഹാഫ് ടാങ്കെങ്കിലും വെള്ളം ഇതിനകത്ത് ഉണ്ടാവണം. ഉള്ളപ്പം കഴുകുന്നതായിരിക്കും നല്ലതെന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ. വാ. നല്ല എടുക്കാട്ടോ. അഴുക്ക് പെട്ടെന്ന് പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ച് ഇനി വേറെ എന്തെങ്കിലും ലിക്വിഡോ എന്തെങ്കിലും വേണമെന്ന്. പക്ഷെ വേണ്ട. ഇതിനുള്ളിൽ ഇറങ്ങണ്ടെന്നൊക്കെ പറയുന്ന കാര്യം ശരിയാണ്. പക്ഷേ ടാങ്കിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇത് വൃത്തിയാക്കാന്ന് വെച്ചാൽ നല്ല തിരിച്ചടക്കമുള്ള പണിയാണ്. ഇത് ബ്രഷ് വെച്ച് ഫുള്ള് നമ്മൾ കഴുകണം കേട്ടോ. അതൊരിക്കലും ചെറിയ പണിയല്ല, നല്ല പണിയാണ്. ഇതിനകത്ത് ഇറങ്ങണ്ട എന്നുള്ളതാണ് ആകെയുള്ളൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത്. ഇതിനകത്ത് ഇറങ്ങാതെ തന്നെ ഈ കമ്പൊക്കെ വെച്ച് ഇതിനകം മുഴുവൻ കഴുകാം. പിന്നെ അതിന് ശേഷം ഇവർ പറയുന്ന പോലെ ഇത് ഈസിയായിട്ട് ഇതിനകത്ത് നിന്ന് വെള്ളം നമ്മൾ എടുത്ത് കളയുമ്പോൾ ഭയങ്കര പാടാണ്. അങ്ങനെ എടുത്ത് കളയുന്നത് മാത്രം. ഇത് ഇത്തിരി എന്തായാലും നല്ല ഡാർക്ക് അഴുക്കായിരിക്കണം കേട്ടോ. ഈ വെള്ളം ഫുള്ള് കലങ്ങിയിട്ടില്ല കേട്ടോ. നോക്കിയേ. ഇനി ഇവർ പറയുന്നത് ഇതൊരു 15 മിനിറ്റത്തേക്ക് നമ്മളിത് ഇങ്ങനെയും അങ്ങ് വിട്ടേക്കണമെന്നാണ്. കാരണം ഇതിനടിയിൽ അഴുക്കെല്ലാം വന്ന് അടിഞ്ഞു കൂടും. അതിന് ശേഷമാണ് ഇതിൻ്റെ ടെക്നോളജി താനെ ഇത് എടുത്ത് കളയുന്ന സംവിധാനം. അപ്പോൾ ഈ സംവിധാനം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ, അതായത് ആ അഴുക്കൊക്കെ ഒന്ന് അടിയാൻ വിട്ടു. അതിനുശേഷം ഇനി വേണ്ട ഈ അളിയനെ എടുത്തിട്ട് വേണം നമ്മൾ ബാക്കി പണി ചെയ്യാൻ. ഇതുവരെ വേണം താഴെ വീണെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, എടുത്തെറിയാവുന്നൊക്കെയാണ് ഇവരുടെ വീഡിയോയ്ക്കകത്ത് ഇവർ പറയുന്നത്. നമ്മളെന്തായാലും എറിയുന്നില്ല. അപ്പോൾ ഇച്ചിരി എന്നാലും താഴെ വീണ്. അപ്പോൾ ഇനി ഇതിനകത്ത് ഈ സാധനം ഇവിടുന്ന് ഊരി മാറണം. നമ്മൾ നേരത്തെ ബ്രഷ് വെച്ചിട്ടുണ്ടായില്ലേ, ആ ബ്രഷ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രസ്സാവും സാധനം. ഊരിപ്പോരും. എന്നിട്ട് അത് നമ്മൾ താഴെ മാറ്റി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് ഈ സാധനം കണക്ട് ചെയ്യുക. ഈസിയാണ്. അതും അതേ കണക്ക് തന്നെയാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ കമ്പിനകത്ത് ഇതാക്കാം. ഇനി അതിന് ശേഷം ഇനിയാണ് അടുത്ത പരിപാടി. ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സാധനം ഇതൊരു ക്ലോസറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഫുള്ള് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച് കഴിയുമ്പോൾ ഇത് അടി കൂടെ പോകത്തില്ല കേട്ടോ. ഇവിടെ സാധനമുണ്ട്, ഇവിടെ ഈ സാധനമുണ്ട്. ഇത് ഒരു സൈഡിൽ കൂടെ വെള്ളം പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ മേടിക്കണം. നമ്മൾ ഒഴിക്കുന്ന വെള്ളം പുറത്തേക്ക് പോകത്തില്ല. അതിനകത്ത് തന്നെ തങ്ങി നിന്നോളും. നമുക്ക് എന്തായാലും ഒഴിച്ച് നോക്കാം. ഇത് നിറയുന്നതിനും വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇതിനകത്ത് ഗ്യാസ് നിൽക്കാൻ പാടില്ല, എയർ നിൽക്കാൻ പാടില്ല എന്നാണ് അർത്ഥം കേട്ടോ. കാരണം ഇത് നിറയ്ക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഫുള്ള് നിറഞ്ഞെന്ന്. പക്ഷെ നിറഞ്ഞിട്ടുണ്ടാവത്തില്ല. കാരണം താഴെ കിടക്കുന്ന സമയത്ത് ഇതൊന്ന് എന്താ പറയുക, ഈ സാധനം ഒന്ന് താഴ്ന്ന വല്ലതും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എയർ ഇതിനകത്ത് നിൽക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ വെള്ളം തിരിച്ച് ഇതുവഴി വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതായിട്ടില്ല എന്നർത്ഥം. ഇനി നമുക്ക് തുറന്ന് വിട്ട് നോക്കാം വെള്ളം പോകുന്നുണ്ടോ എന്ന്. യെസ്, ഇപ്പം ടാങ്കിനകത്ത് വെള്ളം ഇങ്ങോട്ടേക്ക് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അഴുക്കുള്ള ഭാഗത്തുനിന്ന് കുറേശ്ശെ എടുത്ത് കളയാം.
അഴുക്ക് ഫുള്ള് നമ്മൾ കയറ്റിക്കളയാം കേട്ടോ. ഇത്തിരി വലിയ ടാങ്കാണ് നമ്മളുടെ. അടിയിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന അഴുക്കാണ് പെട്ടെന്ന് പോകുന്നത് കേട്ടോ. പുറത്തേക്ക് വന്ന് നോക്കി, അഴുക്ക് പുറത്ത് വന്നേക്കുന്നത്. നമ്മൾ അവിടെ കാണുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ ഇവിടെ വന്നിങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം പോകുന്ന ഇത്ര അഴുക്കാട്ടോ. സംഗതി വർക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടാങ്ക് ക്ലീനായി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇച്ചിരി പണിപ്പെട്ടു ആ ടാങ്ക് ക്ലീനാക്കിയിട്ട്. കാരണം നമ്മുടെ ടാങ്ക് ഭയങ്കര അഴുക്കായിരുന്നു. സാധാരണ ഉള്ള ആളുകളുടെ ടാങ്കിൻ്റെ അത്രയല്ല, നമ്മുടെ ടാങ്ക് വളരെ വളരെ എന്താ പറയുക, അഴുക്കായി കിടന്നിരുന്ന ടാങ്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സംഗതി നമ്മൾ പണിപ്പെട്ടത് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി അഴുക്കൊക്കെ ആവുന്ന സമയം തന്നെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഇതേ നമുക്ക് ഒരുപാട് കറ പിടിക്കാതെ, അല്ല സൈഡൊന്നും അത്രയ്ക്ക് അഴുക്കാകാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് കഴുകി തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അടിത്തട്ടിലുള്ള ചെടിയൊക്കെ അതേപടി എടുത്ത് മുകളിൽ കളയാൻ പറ്റും. പിന്നെ ആ ഒരു സമയം നമ്മൾ കുറച്ച് സമയം കൊടുത്ത് വേണം ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ എന്താ പറയുക, ഇങ്ങനെ ടാങ്കിൽ ഇറങ്ങാൻ ആരുമില്ല, അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലുമൊക്കെ ലിക്വിഡൊക്കെ ഒഴിച്ച് കഴുകണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ എൻ്റെ ടാങ്കിനെ പോലുള്ള ടാങ്കാണെന്നുണ്ടെങ്കിൽ വളരെ പാടായിരിക്കും അത് വൃത്തിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ യൂസായിട്ട് വരിക. ഈ പ്രോഡക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ് ആയെന്നിരിക്കാം. അപ്പോൾ യൂസ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. കണക്ക് തന്നെ മറ്റ് ലിങ്കുകളും ഫേസ്ബുക്ക് ലിങ്കുകളും മറ്റ് യൂട്യൂബ് വീഡിയോ ലിങ്കുകളും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ച ഈ അൺബോക്സിങ്ങോ അല്ല ഞാൻ കാണിച്ച കാര്യങ്ങളോ നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ട്യൂട്ടോറിയൽ വീഡിയോസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാനായിട്ടും മറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തോളാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട്, നല്ലൊരു ഡീലിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.